കേരളത്തിന്റെ തറിയൊച്ചകൾ താളം പിടിക്കുന്ന മണ്ണ്, പാരമ്പര്യവും പ്രൗഢിയും ഇടചേർന്നെത്തുന്ന കുത്താമ്പുള്ളി. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ നെയ്ത്തുഗ്രാമത്തിൽ വിശ്വാസത്തിന്റെ മറ്റൊരു പേരായി മാറിയൊരിടം. അതാണ് നമ്മുടെ രാമചന്ദ്ര ഹാൻഡ്ലൂംസ്. പെണ്ണഴകിന് മാറ്റുകൂട്ടാൻ പട്ടുനൂലിൽ വിസ്മയം തീർക്കുന്ന ആയിരക്കണക്കിന് വെഡ്ഡിംഗ് സാരികളുടെ ഒരു മഹാസാമ്രാജ്യം തന്നെ ഇവിടെയുണ്ട്. തറികളിൽ നെയ്തെടുത്ത യഥാർത്ഥ കുത്താമ്പുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ ശേഖരം രാമചന്ദ്ര ഹാൻഡ്ലൂംസിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. രാമചന്ദ്ര ഹാൻഡ്ലൂംസ്, തിരുവില്ലാമല, കുത്താമ്പുള്ളി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് ഗ്രാമവികസനം അട്ടിമറിക്കുന്ന UDF സർക്കാരിനെതിരെ ചേലക്കരയിൽ പ്രതിഷേധമിരമ്പി. LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് ഗ്രാമവികസനം അട്ടിമറിക്കുന്ന UDF സർക്കാർ നയങ്ങൾക്കെതിരെ ചേലക്കരയിൽ പ്രതിഷേധമിരമ്പി. LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ ചേലക്കര MLA യുവ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വികസന കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തുന്ന സർക്കാരിന്റെ സമീപനത്തെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത്. പാർട്ടി ഏതായാലും നാടിന്റെ പുരോഗതിക്ക് ഉതകുന്ന വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ അനുവദിക്കില്ല. പാവപ്പെട്ട സാധാരണക്കാർക്ക് ആശ്വാസമായിരുന്ന ലൈഫ് പദ്ധതിയെ VD സതീശൻ സർക്കാർ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണെന്ന് യുവ പ്രദീപ് MLA പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആര് ഭരിക്കുന്നു എന്നതല്ല ഈ സമരത്തിന്റെ ഉദ്ദേശം. സംസ്ഥാനത്ത് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു എന്നതാണ് വിഷയം. ഈ വരുന്ന ഓഗസ്റ്റ് 17 ആയാൽ കേരളത്തിൽ ജനകീയാസൂത്രണം എന്ന ജനകീയ പദ്ധതിക്ക് അല്ലെങ്കിൽ ആ ഒരു ഇടപെടലിന് 30 വർഷം തികയാണ്. നായനാർ മുഖ്യമന്ത്രിയുള്ള സമയത്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലുള്ള ജനകീയാസൂത്രണ പദ്ധതി തുടക്കം കുറിച്ചത്. അങ്ങനെ തുടക്കം കുറിച്ചപ്പോഴാണ് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങളും ഉദ്യോഗസ്ഥരും എല്ലാം കൊടുത്തുകൊണ്ട് കൂടുതൽ ഫണ്ടും നൽകിക്കൊണ്ട് എങ്ങനെയാണ് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റം വരുത്താൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ള തെളിവാണ് ജനകീയാസൂത്രണം. ആ ജനകീയാസൂത്രണ പദ്ധതി ഇതിനിടയ്ക്ക് 30 വർഷത്തിനിടയ്ക്ക് UDF അധികാരത്തിൽ വരുമ്പോഴെല്ലാം ഇത്തരം പദ്ധതിക്ക് ശ്വാസം മുട്ടിക്കുന്ന ഒരു ഏർപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് ഇത്തവണയും കേരളത്തിൽ ടീം UDF ചെയ്യാൻ വേണ്ടി തുടക്കം കുറിച്ചിട്ടുള്ളത്. ഞങ്ങൾ ചേലക്കര ഗ്രാമപഞ്ചായത്തിനെ ഉപരോധിക്കാനോ അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകളെ തടയാനോ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് എത്രയോ പേർ കൈനീട്ടി നിൽക്കുന്നു. കഴിഞ്ഞ വർഷം വെച്ചു നീട്ടിയ പദ്ധതിയുടെ ഭാഗമായി തുടക്കം കുറിച്ച ആളുകൾ ഇന്ന് കിട്ടും നാളെ കിട്ടും. ചടങ്ങിൽ CPI ചേലക്കര ലോക്കൽ സെക്രട്ടറി പ്രവീൺ അധ്യക്ഷത വഹിച്ചു. ചേലക്കര LDF കൺവീനറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ OS സജി ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം നന്ദകുമാർ, എല്ലിശ്ശേരി വിശ്വനാഥൻ, സോളിൻ എന്നിവർ പ്രതിഷേധ യോഗത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. നിരവധി LDF പ്രവർത്തകർ അണിനിരന്ന പ്രതിഷേധ മാർച്ച് പ്രദേശത്തെ ജനശ്രദ്ധയാകർഷിച്ചു. ന്യൂസ് ഡെസ്ക് CCV.